ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കുസ്തായുടെ പിറ്റേന്നാൾ സ്ലീഹ കാലത്തിൽ ഇന്നീ തിങ്കളാഴ്ച മുതൽ നമ്മളൊരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. 13th അപ്പോസിൽ, 13ാം അപ്പസ്തോലൻ. ആ പേരിൽ ഒരു കൗതുകമുണ്ടല്ലേ? കാരണം അച്ചോ ഞങ്ങൾക്കറിയാവുന്നത് 12 അപ്പസ്തോലന്മാരെയാണ്. ആരാണ് ഈ 13ാമത്തെ അപ്പസ്തോലൻ? ഞാനും നീയുമാകാം. നമുക്കുള്ളിലെ സാധ്യതയുടെ പേരാണ് 13ാം അപ്പസ്തോലൻ. ഇത് ചെറുചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു എളിയ ശുശ്രൂഷയാണ്. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പസ്തോല പ്രവർത്തനം, സ്ലീഹന്മാരുടെ നടപടി പുസ്തകം എന്ന സുവിശേഷങ്ങൾ 4 കഴിഞ്ഞിട്ട് വരുന്ന അപ്പസ്തോല പ്രവർത്തനം, ആ പുസ്തകം ധ്യാനിക്കുകയാണ്. ഓരോ ദിവസവും ഈ അപ്പസ്തോല പ്രവർത്തനത്തിലെ ഓരോ ചെറിയ ഭാഗങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കുന്നു. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം സഭയുടെ വളർച്ചയുടെ പുസ്തകമാണ്. സ്ലീഹന്മാർ അവരെപ്രകാരം സുവിശേഷം പ്രസംഗിച്ചു, ഈശോ കൽപ്പിച്ചതുപോലെ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം വളർന്നതിൻ്റെ ചരിത്രമാണ് അപ്പസ്തോല പ്രവർത്തനമെന്ന ഈ പുസ്തകം. ഈ വളർച്ചയുടെ പാതയിൽ ശിഷ്യന്മാരുടെ പ്രേഷിത ശൈലി, അവർ നേരിട്ട വെല്ലുവിളികൾ, പരിശുദ്ധാത്മാവ് അവരെ നയിച്ച രീതികൾ, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കുകയാണ്. എന്തിനാണത്? ക്രിസ്ത്യാനിക്ക് അത് പാഠപുസ്തകമാണ്. അപ്പസ്തോല പ്രവർത്തനം നമുക്ക് പാഠപുസ്തകമാണ്. ഇന്ന് ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത്, നമുക്കറിയാം ഈശോയുടെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. ഒരാൾ പുറത്തേക്ക് നടന്നകന്നിരുന്നു. ഇപ്പോൾ അവർ 11 പേരേ ഉള്ളൂ. 12ാമനെ എടുക്കണം. 2 പേർക്കാണ് ചാൻസ്. ഒന്ന് ബർസബാസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ്, 2ാമത്തെ ആള് മത്തിയാസ്. ഇവരിൽ ഒരാളെ നറുക്കിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പത്രോസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം പറയുന്നുണ്ട്. ഈ 2 പേരിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ മാനദണ്ഡം പറയുന്നത് രസകരമാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഈശോ സംവഹിക്കപ്പെട്ട നാൾ വരെ നമ്മുടെ കൂടെ സഞ്ചരിച്ച ആളായിരിക്കണം. അപ്പോൾ മിശിഹ ശിഷ്യനാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്താണ്? ഈശോയുടെ കൂടെ നടന്നയാളായിരിക്കണം. ഈശോയുടെ കൂടെ മാത്രമല്ല, ശിഷ്യന്മാരുടെ കൂടെയും. ഇന്ന് അതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നത്? ഈശോ തമ്പുരാനുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ നടക്കണം. അതെങ്ങനെ? സുവിശേഷത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ ഒക്കെ ഈശോയെ കണ്ടു നടക്കണം. ഈശോ മാത്രമല്ല, മറ്റ് സ്ലീഹന്മാരോട് ചേർന്ന് നടന്നയാൾക്കാണ് ഈ 12ാം അപ്പസ്തോലനാകാനുള്ള യോഗ്യതയുള്ളത്. അതുതന്നെയാണ് 13ാം അപ്പസ്തോലൻ്റെയും യോഗ്യത. ആരാണ് ഈ ശിഷ്യന്മാർ? സഭാ കൂട്ടായ്മ. അപ്പോൾ 2 കാര്യങ്ങളിൽ ഇന്ന് നമുക്ക് ശ്രദ്ധ ചെലുത്താം. ഒന്നാമത്തത്, ഈശോ തമ്പുരാനുമായിട്ടുള്ളൊരു കണ്ടുമുട്ടലിൽ നമുക്ക് നടക്കാം. 2, സഭയോട് ചേർന്ന് നടക്കാം. ഓർക്കണം, 13ാം അപ്പസ്തോലൻ എന്നത് കേവലം ഈ ശുശ്രൂഷയുടെ പേര് മാത്രമല്ല, അത് നമുക്കുള്ളിലെ സാധ്യതയുടെ പേരാണ്. ആമേൻ.